ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നതുകൊണ്ട് ഇതേവരെ കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു മാറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മാറ്റം എന്ന് പറയുന്നത് വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തൃശ്ശൂരിലേക്ക് വന്നു. വടകരയിലേക്ക് പാലക്കാട് നിന്ന് ഷാബി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് പോയി. ഈ ഒരു മാറ്റം മാത്രമാണ് കണ്ടത്. പത്മജ വേണുഗോപാലിന്റെ ഈ കൂറുമാറ്റം കഴിഞ്ഞ ഉടനെയാണ് AICCയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പ്രക്രിയ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തുന്നത്. നേരത്തെ മുരളിയെ വടകരയിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ പത്മജയുടെ തീരുമാനം സംഭവിക്കുന്നത്. അപ്പോ ആ രാത്രി ഹൈക്കമാൻഡ് കേരള ലിസ്റ്റിന് അവസാന രൂപം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവര് ഒരു തീരുമാനമെടുക്കുന്നു. അതായത് മുരളിയെ വടകരയിൽ നിന്ന് പിൻവലിച്ച് തൃശ്ശൂരിൽ മത്സരിപ്പിക്കുക. മുരളി പോലും ഇതറിയുന്നില്ല. അദ്ദേഹം അപ്പോൾ വടകരയിലെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാനൊരു സാവകാശം കിട്ടിയില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ഇത് നമ്മൾ 2 സീറ്റുകളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് വടകരയും ആലപ്പുഴയും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ, ഇത് AICC ഒരു 3ാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഒരു ട്വിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരുന്നു. ഏതാണ്ട് അതുവരെ CPIയുടെ VS സുനിൽകുമാറും ഒപ്പം തന്നെ സുരേഷ് ഗോപി, BJPയുടെ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഏതാണ്ട് തുല്യം നിൽക്കുന്ന ഒരു മത്സരത്തിന്റെ പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. അരിയങ്ങാടിയിലെ തട്ടിൽ രണ്ടുപേരും ഏതാണ്ട് ഒരേ തൂക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. മുരളി തൃശ്ശൂരിലെത്തുന്നു. അതോടെ അതുവരെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം മുഴുവൻ അഴിച്ച് വരയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാസ്തവം പറഞ്ഞാൽ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൃശ്ശൂർ എടുക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ആ എടുപ്പ് അത്ര നടന്നില്ല. അതുകൊണ്ട് ഇത്തവണ എടുക്കും, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സത്യം പറഞ്ഞാൽ പ്രധാനമന്ത്രി മോദിജി തന്നെയാണ്. അദ്ദേഹം 2 തവണ തൃശ്ശൂർ വന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഗുരുവായൂർ വെച്ച് നടത്തി. അതിന് പ്രധാനമന്ത്രി മോദിജി വരുന്നു. ഒപ്പം തന്നെ മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ മുൻനിര നായകന്മാരെയും അവിടെ അവതരിപ്പിച്ചു. അങ്ങനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലും സിനിമയിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം മാളോരെ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ഇതിനിടയ്ക്ക് അദ്ദേഹം ഈ ലൂർദ് പള്ളിയിലെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം ചാർത്തി സമ്മാനിച്ചു. അത് അല്പം അക്കിടി പറ്റിപ്പോയി. കാരണം ഇത് കൊണ്ട് അണിയിക്കുന്ന സമയത്ത് കിരീടം താഴെ വീണു, അത് കുടിക്കുപോയി. അത് മാത്രമല്ല, പള്ളി കമ്മിറ്റിക്കാരോ അത് പിന്നീട് പരിശോധിച്ചപ്പോൾ അത് അത്ര സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല, മുക്കുവണ്ടമാണ് എന്നൊരു ആരോപണം. ഇതൊക്കെ ആരോപണമാണ്, ശരിയാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പള്ളിക്കാരോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒന്നും അത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റിയുള്ള ഒരു വിവരം നമുക്ക് തന്നിട്ടുമില്ല. സുരേഷ് ഗോപി വോട്ടർമാരെ പ്രജകൾ എന്നാ വിളിക്കുക. ഈ രാജാക്കന്മാരുടെ ഒരു രീതി അതാണ്. അവരുടെ വോട്ടർമാരെ, അവരുടെ അണികളെ, അവരെയൊക്കെ നമ്മൾ പ്രജകളായിട്ടാണ് കാണുക. പ്രജാപതികൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്, പ്രജാപതികൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നാൽ 1-ാം തരം പാളക്കരയൻ ഒരു കസവ് മുണ്ടും നേരിയതും ഒക്കെ കൊടുത്ത് ഒരു കയറിന്റെ വലുപ്പത്തിലുള്ള ഒരു മാലയൊക്കെ കഴുത്തിലിട്ട് 1-ാം തരം ഒരു നായർ പ്രമാണിയുടെ, പ്രൗഢ നായർ പ്രമാണിയുടെ വേഷത്തിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ ഒരു തൃശ്ശൂരിന്റെ ഒരു സവർണ ചിന്തയെ ഒന്ന് ഉണർത്താനും അതിനെ ഒന്ന് പ്രലോഭിപ്പിക്കാനും വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. ചെവിയിൽ പൂട ഉണ്ടായിരുന്നില്ല എന്നതൊഴിച്ചാൽ ഒരു നല്ല നായർ പ്രമാണിയുടെ എല്ലാ പ്രൗഢിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് കണ്ടവരെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേറൊരു രീതിയുണ്ട്. ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം പ്രചരണത്തിൽ ചെന്നപ്പോൾ അവിടെ ആളില്ല. അതൊന്നും അദ്ദേഹം സമ്മതിക്കില്ല. ഇത് BJPയുടെ സാധാരണ നേതാക്കളെ പോലെ അല്ല സുരേഷ് ഗോപി. നമ്മൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള പണി നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കണം. അല്ലാതെ കാശ് വാങ്ങിച്ച് പുട്ടടിച്ച് നടന്നാൽ സമ്മതിക്കത്തില്ല. അത് സുരേഷ് ഗോപി സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഇവിടെ ആരും പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തിന് പോവാണ്, ഞാനവിടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. പിന്നെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്, ചെറുപ്പക്കാരോടൊപ്പം നിൽക്കുന്നുണ്ട്.
ഇതൊക്കെ താൻ അത്ര പ്രായമൊന്നുമായിട്ടില്ല തെളിയിക്കാനാണ്. അത് മാത്രമല്ല, ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡിനൊപ്പം നിൽക്കാനുള്ള ഒരു ശ്രമം അത് നന്നായിട്ട് കൃത്യമായിട്ട് തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നുണ്ട്. ഈ 65 വയസ്സെന്ന് പറയുന്ന ഒരു വലിയ പ്രായമൊന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അതിന്റെ എനർജി അദ്ദേഹം പ്രചാരണ രംഗത്ത് കാട്ടുന്നുണ്ട്. നമ്മുടെ VS സുനിൽകുമാർ ഒരു നല്ല കൊച്ചനാ, നല്ല മിടുക്കനായ ചെറുപ്പക്കാരൻ. അദ്ദേഹം മന്ത്രിയായിരുന്നു, കൃഷി മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ആ വകുപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പോൾ മലയാളികൾക്ക് കൃഷിയിൽ വലിയ താല്പര്യമില്ല. അത് മാത്രമല്ല, കൃഷി ഇപ്പൊ തീരെ ലാഭകരമല്ല എന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങളൊന്നും വകുപ്പിൽ വരുത്താൻ സാധിക്കാതെ പോയത്. 3 തവണ തൃശ്ശൂരിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA ആയിരുന്നു. പരിചയപ്പെടുന്ന ആരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിനുള്ളത്. ചിരികൊണ്ട് അദ്ദേഹം നമ്മളെയൊക്കെ വീഴ്ത്തിക്കളയും. അത്രയ്ക്ക് നല്ല സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ. AISF മുതൽ വളരെ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ച് ഉയരങ്ങളിലേക്ക് കടന്നു വന്ന ആളാണ് VS സുനിൽകുമാർ. സുനിൽകുമാറിനെ പോലെ തൃശ്ശൂരുകാരൻ തന്നെയാണ് മുരളി. അദ്ദേഹത്തിന്റെ അച്ഛൻ സാക്ഷാൽ ലീഡറുടെ തട്ടകം. അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. അപ്പൊ തൃശ്ശൂർകാരൻ തന്നെയാണ് എന്ന് പറയാൻ പറ്റും. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന തൃശ്ശൂരിലെ മകൻ ഇക്കുറി വിജയിക്കണമെന്ന വാശിയോടെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകര് രംഗത്തുള്ളത്. അത് മാത്രമല്ല, അവര് മുരളിയുടെ സഹോദരി പത്മജ പാർട്ടിയോട് ചെയ്ത ഒരു വഞ്ചന, അവരതിനെ അങ്ങനെയാണ് കാണുന്നത്. ഈ അത്യാവശ്യ ഘട്ടത്തിൽ, ആപൽഘട്ടത്തിൽ പാർട്ടി വിട്ടുപോയതിനെ ഒരു വഞ്ചനയായിട്ടാണ് കാണുന്നത്. ആ വഞ്ചനയ്ക്ക് ഒരു പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകര് മുരളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പത്മജ പോയത് മുരളിക്ക് ഗുണകരമാകും എന്ന് അവരുടെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുമുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി ആവട്ടെ പത്മജയെ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണ രംഗത്തിറക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നുമില്ല. മുരളിയോട് അടുപ്പമുള്ളവർ പറയുന്നത് തൃശ്ശൂരിലേക്കുള്ള മാറ്റം ഒരു ഉർവശി ശാപം ഉപകാരമായതുപോലെയാണെന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJP തോൽക്കാനുള്ള പ്രധാന കാരണം അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മുരളി മത്സരിച്ചതാണ്. 3ാം സ്ഥാനത്തെ എത്തിയുള്ളെങ്കിലും BJPയുടെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരന്റെ തോൽവി ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞു. 3949 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് അക്കുറി കുമ്മനം തോറ്റുപോയത്. അപ്പം 2019 BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് നേമം വഴിയാണ്. കുമ്മനം വഴി നിലനിർത്താൻ പറ്റുമെന്ന് സാധിച്ചു. പക്ഷെ നടക്കാതെ പോയത് മുരളി കൊണ്ടാണ്. അത് BJPക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇക്കുറി എവിടെ മത്സരിച്ചാലും ഒരു പണി കൊടുക്കണമെന്ന് BJP തീരുമാനിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയാണെങ്കിൽ അവർക്ക് ശക്തനായ സ്ഥാനാർത്ഥിയില്ല. അവരുടെ ഒരു സൈസബിളായിട്ടുള്ള ഒരു വോട്ട് ശൈലജ ടീച്ചർക്ക് മറിച്ചു കൊടുത്ത് മുരളിയെ തോൽപ്പിക്കാമെന്ന കണക്കുകൂട്ടിൽ ഇരിക്കുമ്പോഴാണ് മുരളി പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നത്. തൃശ്ശൂരിൽ അവർക്ക് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയുണ്ട്. വിജയപ്രതീക്ഷ തന്നെ പുലർത്തുന്ന സുരേഷ് ഗോപിയുണ്ട്. അതുകൊണ്ട് BJPക്കാർക്ക് വോട്ട് മറിച്ച് മുരളിയെ തോൽപ്പിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടിരിക്കുക. പക്ഷേ ഈ പറഞ്ഞതുകൊണ്ടൊന്നും തൃശ്ശൂരിൽ മുരളി അനിശ്ചയനാണെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. മുരളി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1996 ഇവിടെ തോറ്റിട്ടുണ്ട്. സാക്ഷാൽ ലീഡർ ഇവിടെ തോറ്റിട്ടുണ്ട്. അത് 1998 2 തവണയും തോറ്റത് CPIയുടെ നേതാവായ മുൻ മന്ത്രി കൂടിയായ VV രാഘവനോടാണ്. UDF സാധാരണ പോലെ തന്നെ ഇവിടെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലാണ് ശ്രദ്ധിക്കുന്നതും അല്ലെങ്കിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും. അതേസമയം BJP തൃശ്ശൂരിനൊരു ഒരു ഒരു സവർണ ഹിന്ദുത്വ ഭാവമുണ്ട്. അത് മുതലാക്കാൻ വേണ്ടി അവര് ശ്രമിക്കുന്നു. ചിലപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രചാരണ രീതികൾ പോലും അതിനെ അനുസരിച്ചാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടും നമ്മൾ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കണക്കിലെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ TN പ്രതാപൻ CPIയുടെ രാജാജി മാത്യു തോമസിനെയാണ് പരാജയപ്പെടുത്തിയത്. 93,633 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് പ്രതാപന് കിട്ടിയത്. അതേസമയം 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും UDF ജയിച്ചത്. 2021 അത് നേരെ തിരിഞ്ഞു. 7 സീറ്റുകളിലും
LDF ജയിച്ചു. അത് മാത്രമല്ല അവർക്ക് ഈ 7 സീറ്റുകളിലായി മൊത്തം 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1,32,330 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ആ നിലയിലാണ് കൃത്യമായ വിജയപ്രതീക്ഷയുമായി സുനിൽകുമാർ മുന്നോട്ട് നീങ്ങുന്നു. ഒപ്പം തന്നെ മുരളി, തൊട്ട് പിന്നിൽ അതോ മുരളിക്കൊപ്പം അല്ലെങ്കിൽ സുനിലിനൊപ്പം സുരേഷ് ഗോപിയുമുണ്ട്. നല്ല സുന്ദരമായ ഒരു ത്രികോണ മത്സരത്തിനാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത്. ശക്തന്റെ ഈ തട്ടകത്തിൽ 3 കൊമ്പന്മാർ അണിനിരക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ മേളം അങ്ങനെ മുറുകട്ടെ. നമുക്ക് കാണാം, കാത്തിരിക്കാം.